നമസ്കാരം. കണ്ണൂരിൻ്റെ വസന്തോത്സവമായ പുഷ്പോത്സവത്തെ കണ്ണൂർ നഗരം ഏറ്റെടുത്തു കഴിഞ്ഞു. കണ്ണൂർ ജില്ലാ അഗ്രി ആൻഡ് ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവം പൂക്കളുടെ നിറക്കാഴ്ചകൾ മാത്രമല്ല സമ്മാനിക്കുന്നത്, അതിനപ്പുറം കാർഷിക സംസ്കൃതിയിലേക്ക് കണ്ണൂരിനെ അടുപ്പിക്കുക കൂടിയാണ് ഈ പുഷ്പോത്സവം. എല്ലാ വർഷവും പുഷ്പോത്സവത്തെ ഏറ്റവും ആകർഷകമാക്കുന്നത് ഡിസ്പ്ലേ തന്നെയാണ്. ഇപ്രാവശ്യവും അതുപോലെ തന്നെയാണ്. അതിഗംഭീരമായ കാഴ്ചയാണ് ഇപ്രാവശ്യത്തെ ഡിസ്പ്ലേയിൽ ഉള്ളത്. ഡിസ്പ്ലേ ഒരുക്കിയിരിക്കുന്ന ആളുകൾ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, എങ്ങനെയാണ് ഈ ഒരു ഡിസ്പ്ലേയുടെ കാര്യം എന്തൊക്കെയാണ്? കഴിഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമായി 15,000 സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് നമ്മൾ ഡിസ്പ്ലേ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ആകർഷകമായ രീതിയിൽ തന്നെ ഡിസ്പ്ലേ ഒരുക്കി എന്നുള്ള വിശ്വാസം തന്നെ നമുക്കുള്ളത്. വിവിധ തരം ചെടികൾ പല മേഖലയിൽ നിന്നാണ് വരുത്തിച്ചത്. നമ്മൾ ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത് പുറമേ നിന്ന് ഇമ്പോർട്ട് ചെയ്ത കുറച്ച് ബ്രൊമിലിയാഡ്സ്, അതുപോലെ ആന്തൂറിയം, പോയിൻസെറ്റിയ, ക്രിസാന്തമം, അങ്ങനെയുള്ള പാർഷ്യൽ സൈഡിൽ വരുന്ന ബ്രൊമിലിയാഡ്സ്, അങ്ങനത്തെ ഐറ്റംസ് വെച്ചിട്ടാണ് ഞങ്ങൾ ഡിസ്പ്ലേ ഒരുക്കിയിരിക്കുന്നത്. സാധാരണ ഇതിൽ 10,000 സ്ക്വയർ ഫീറ്റാണ് ഞങ്ങളെ ഡിസ്പ്ലേ ഏരിയ. ഈ വർഷം അതിനെങ്കിലും കൂടി ഒരു 5,000 സ്ക്വയർ ഫീറ്റ് കൂട്ടിയിട്ട് ഒരു 15,000 സ്ക്വയർ ഫീറ്റിലേക്ക് ഞങ്ങളിത് വിപുലീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ബോൺസായുടെ ഏരിയ വേറെ, സെൽഫി പോയിൻറ്റുകൾ, സെൽഫി എടുക്കാനുള്ള ഓരോ സ്പോട്ടുകളും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നലെ വന്നിന് ഇത് ഇന്നും കാണേണ്ട ആകാംക്ഷ കൊണ്ട് ഇന്നും വന്നതാണ്. കണ്ടിരിക്കാൻ ഇഷ്ടം പോലെ മനസ്സുകൾ വരുന്ന ഒരനുഭവമുണ്ട്. പുഷ്പോത്സവത്തെ ഏറെ ആകർഷകമാക്കുന്നത് ഇവിടുത്തെ നഴ്സറികളുടെ സ്റ്റാളുകളാണ്. ഒരുപാട് വെറൈറ്റികളുമായിട്ടാണ് നഴ്സറികൾ ഈ പുഷ്പോത്സവ വേദിയിൽ എത്തിയിരിക്കുന്നത്. അത് വാങ്ങിക്കുന്നതിനായി നിരവധി പേർ പുഷ്പോത്സവത്തിലേക്ക് എത്തുകയും ചെയ്തു. നമസ്കാരം സാർ. ഇത് ഞങ്ങളുടെ ഒരു പൂക്കൃഷിക്കാരുടെ ഒരു കൂട്ടായ്മയുടെ സംരംഭമാണ്, കണ്ണൂർ ഫ്ലവേഴ്സ് കണ്ണൂർ എന്ന് പറഞ്ഞിട്ട്. എന്തൊക്കെ വെറൈറ്റികളാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു പുതിയ ഇതാണ് പറഞ്ഞിട്ടുണ്ട്, ഈ പിന്നെ ഷാങ്കായ് ബെൽ എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഇതാണ് സാധനം. പിന്നെ അതിൻ്റെ നല്ല പിന്നെ ഗേറ്റിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് നല്ല നമ്മൾ പൂപ്പൊലിക്കൊക്കെ പോയാൽ കണ്ടിട്ടുണ്ടാവും. അവിടെ ഇവിടെ നമ്മളൊരു എനിക്കൊന്ന് പറശ്ശിനിക്കാട് പോകുന്ന ഒരു സ്ഥലത്തുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു വൈൻ ഇതാണ്, പിന്നെ വള്ളി ഇതിൽ എണ്ണത്തിൽ പെട്ടതാണ്. അതിൻ്റെ ഇത് ചെറുതും വലുതും ഒക്കെ വെച്ചു. എല്ലാം ഒരുപാട് ആൾക്കാർ കൊണ്ടുപോയി സെയിലായതാണ്. അപ്പോൾ വീണ്ടും ഞങ്ങൾ കൊണ്ടുപോയി വന്ന് വെച്ചതാണിത്. എന്തായാലും ആളുകളുടെ ഭാഗത്തു നിന്ന് നല്ല പ്രതികരണം റെസ്പോണ്ട് ഉണ്ട്. അവർക്ക് പ്രത്യേകിച്ച് വെറൈറ്റി. അതുപോലെ ഒരു വേറെ റൈറ്റാണ് സാർ ഇത് ഇവിടെ ഈ കാണുന്ന നമ്മുടെ ഇത് ഒരു ഫാൻസി കാബേജ് എന്ന് പറയുന്നത് ഒരു പിന്നെ നമ്മളെ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് നമ്മളിപ്പോൾ അകത്ത് 2 പെയറായിട്ട് മറ്റു എല്ലാം ഇപ്പോൾ പെയറായിട്ട് വെക്കുന്നതാണ്. അതുപോലെ വേറെ ഇതാണ് ഡിസംബർ ലേഡി എന്നുള്ളതിൻ്റെ ഇത്. അത് പിന്നെ പൂക്കൾ പിന്നെ മഴ കഴിഞ്ഞിട്ടാകുമ്പം ഈ പച്ച മാറിയിട്ട് ഇങ്ങനെ വെള്ള പൂക്കൾ ഉണ്ടാക്കി തുടങ്ങും. ഡിസംബർ ആകുമ്പോൾ ഫുൾ അതിൻ്റെ ഗ്രീൻ ഉണ്ടാവില്ല. എന്തായാലും ഇങ്ങനെ തന്നെയാണ് ഒരുപാട് വെറൈറ്റികൾ പരിചയപ്പെടുത്തുന്ന നിരവധി സ്റ്റാളുകൾ, നഴ്സറിയുടെ സ്റ്റാളുകൾ നമുക്ക് പുഷ്പോത്സവത്തിൽ നിന്ന് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. 55ാമത്തെ പുഷ്പോത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അഗ്രി ആൻഡ് ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ സെക്രട്ടറി കിരൺ സാറാണ്. അദ്ദേഹം ഇപ്രാവശ്യത്തെ പുഷ്പോത്സവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. സാർ, എങ്ങനെയാണ് ഈ ഒരു ഇത്രയും ദിവസം കഴിഞ്ഞപ്പോഴുള്ള നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടി നല്ല അറേഞ്ച്മെൻറ്റ്സ് നടത്തിക്കൊണ്ടാണ് ഇപ്രാവശ്യം പുഷ്പോത്സവം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. 55 കൊല്ലം നമ്മുടെ സൊസൈറ്റി പൂർത്തീകരിക്കുന്നു എന്ന് പറയുമ്പോഴും അതിൽ ചില കാലങ്ങളിൽ പുഷ്പോത്സവം സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ചില കാലഘട്ടമുണ്ടല്ലോ, പ്രയാസകരമായിട്ടുള്ള ചില പ്രളയങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങളിൽ ഉണ്ടാകുന്ന സമയത്ത് പുഷ്പോത്സവം നടന്നിട്ടില്ല. പക്ഷേ ആദ്യഘട്ടത്തിലുള്ള പുഷ്പോത്സവത്തിൽ നിന്ന് ഫ്ലവർ ഷോയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഇപ്പം നമ്മൾ പുഷ്പോത്സവം, കണ്ണൂർ പുഷ്പോത്സവം എന്നുള്ള ഏതാണ്ട് ബ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ പുഷ്പോത്സവത്തെ. നമ്മൾ ആദ്യഘട്ടത്തിൽ വളരെ ചെറിയ പരിപാടികളായിരുന്നു ഇവിടെ നടന്നിരുന്നത്. നമ്മളെ കൃഷിക്കാരുടെയും അതുപോലുള്ള ആളുകളുടെയും വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ വെച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ പരിപാടി നടത്തിയിരുന്നത്. പിന്നീട് അത് ഒരു പടി കടന്ന് കുറച്ചുകൂടി വളർന്നതിന് ശേഷമാണ് കലക്ട്രേറ്റ് മൈതാനിയിൽ ചെറിയ ഓലയൊക്കെ കെട്ടിക്കൊണ്ടുള്ള അതിനകത്ത് ഉള്ളൊരു പരിപാടി, ടിക്കറ്റൊക്കെ വെച്ചുകൊണ്ടുള്ള പരിപാടി ആരംഭിച്ചത്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ഒരു 1.5 പതിറ്റാണ്ട് കാലം ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ അത് കുറെ കൂടി വിപുലമായിട്ടുള്ള ഒരു രീതിയിലേക്ക് അത് വളർന്നു വന്നിരിക്കുകയാണ്.
മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നതിനപ്പുറത്തേക്ക് കാർഷിക സംസ്കൃതിയിലേക്ക് മടങ്ങിപ്പോകേണ്ടുന്നതിൻ്റെ ആവശ്യത കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് കണ്ണൂർ പുഷ്പോത്സവം. ക്യാമറാമാൻ മൃദുൽ പ്രദീപിനൊപ്പം സാജു ഗംഗാധരൻ, ന്യൂസ് വിങ്സ്.